ജർമ്മനിയിൽ ഫോട്ടോസ്റ്റാറ്റും പ്രിൻ്റ് ഔട്ടും ഒക്കെ എടുക്കാൻ കുറച്ച് സീനെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോകുമ്പോഴത്തേക്കും ഇപ്പം ചിലർ അവരുടെ പ്രിൻ്ററിൽ തന്നെ പ്രിൻ്റ് ഔട്ടും ഫോട്ടോസ്റ്റാറ്റ് എടുത്തു തരും. ചിലർ പറയും നിങ്ങൾ പോയി എടുത്തുകൊണ്ട് വരാൻ പറയും, നമ്മൾ പറഞ്ഞു വിടും. അപ്പോൾ അങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന സ്ഥലം നമ്മൾ ഗൂഗിൾ മാപ്പിൽ തപ്പി നല്ല അലച്ചിലാണ്. ഇവിടെ അങ്ങനെ അധികമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ DM അങ്ങനെയുള്ള ഷോപ്പുകളാണ്. അപ്പോൾ നമ്മളത് തപ്പി നടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് ഓൾറെഡി എടുത്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ ഒരു പ്രിൻ്ററും സ്കാനറും കൂടിയുള്ളത് വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. ഇവിടെ ഏറ്റവും അത്യാവശ്യമുള്ള സാധനം അതാണെന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇന്നിപ്പോൾ മോളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ ഒരു ഗവൺമെൻറ് ഓഫീസിൽ വന്നാണ്, ഡ്യൂസൽഡോഫിൽ. അപ്പോഴത്തേക്കും ഇവർ ഞങ്ങളോട് പറഞ്ഞു പ്രിൻ്റ് ഔട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഇതിനടുത്ത് വലിയ ഓഫീസാണല്ലോ, അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിച്ചു എൻ്റെ അടുത്തും താഴെ എല്ലാം ചുറ്റിപ്പരുതി നോക്കിയിട്ടൊന്നും ഇല്ല. അവിടെയുള്ള ആളുകളോട് ചോദിച്ചിട്ട് അവർക്കൊരു ഐഡിയ പോലും ഇല്ല ഇതിനെ പറ്റിയിട്ട്. എനിക്കറിയത്തില്ല, ഇവരെല്ലാം വീട്ടിൽ ഇനി പ്രിൻ്ററും സ്കാനറും ഒക്കെ ഉണ്ടായിരിക്കും, അതായിരിക്കും. പിന്നെ അത് തപ്പി കണ്ടുപിടിക്കാനായിട്ട് ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഒരു പ്രസ്സൊക്കെ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസ്റ്റാറ്റ് ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസിൽ പോകുമ്പോൾ തലേദിവസം തന്നെ ആവശ്യമുള്ള ഫോട്ടോസ്റ്റാറ്റും പ്രിൻ്റ് ഔട്ടും ഒക്കെ എടുത്ത് വെക്കുന്നതാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു ഇന്ത്യൻ ഹോട്ടലിൽ തപ്പി നടക്കുമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഗൂഗിളിൽ നമ്മളോട് പറഞ്ഞത് അത് ഓപ്പൺ ആണെന്നാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും അത് ക്ലോസ്ഡ് എന്ന് കാണിച്ചു. പിന്നെ വിശന്ന് പൊരിഞ്ഞതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ടർക്കിഷ് കടയിൽ കയറി. ഒരിക്കൽ കഴിക്കാൻ മാത്രം കൊള്ളാം ടർക്കിഷ് ഫുഡ്, ഒന്ന് ട്രൈ ചെയ്യാനായിട്ട്. ഓക്കെ.